വന്നുകൊണ്ടിരിക്കാം. തോന്നുന്നത് രണ്ട് കാര്യങ്ങൾ. ഇപ്പോൾ ഒന്ന്, തീരെ ഇങ്ങനെ അശ്രദ്ധരായിട്ടുള്ള രക്ഷിതാക്കന്മാർ എന്ന് പറയുന്നതും ഈ ശ്രദ്ധ കൂടിയ രക്ഷിതാക്കന്മാർ എന്ന് പറയുന്ന കാര്യവും. ഇപ്പോൾ അമ്മയെ അനുസരിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു കേസ് പറയുന്ന സമയത്ത് തന്നെ അമ്മയെക്കൊണ്ട് പൊറുതിമുട്ടിയ കുട്ടികൾ എന്ന് പറയുന്ന രീതിയിൽ കുട്ടികളുടെ ഭാഗത്തു നിന്ന് പലപ്പോഴും കുട്ടികളുടെയാണ് ഏറ്റവും വലിയൊരു, നമ്മളിപ്പോൾ ഇതൊക്കെ പറഞ്ഞാലും കുട്ടികളുടെ വിഷയത്തിലാണ് നമ്മൾ വളരെ കൺസേൺഡ് ആവേണ്ടത്. കുട്ടികളുടെ പക്ഷത്ത് നിന്ന് കേട്ടിട്ടുണ്ടോ ഈ കാര്യങ്ങൾ? എന്നാണ് കേൾക്കുന്നത്. കാരണം ചെറിയ ഒരു LKG കുട്ടി ചേർന്നാൽ ഒരു അമ്മയുടെ സങ്കല്പം അല്ല അച്ഛൻ്റെ സങ്കല്പം എന്ന് പറയുന്നത് പിറ്റേ ദിവസം തൊട്ട് ഈ കുട്ടി സർവ്വ വിജ്ഞാനങ്ങളുടെയും ഭണ്ഡാകാരായി മാറണം. അപ്പോൾ ഈ കുട്ടി സ്കൂളിൽ പോയി തിരിച്ചു വന്നാൽ കുട്ടിക്ക് ഒരുപാട് കാര്യങ്ങൾ അച്ഛനോട് പറയാനുണ്ട്, ഒരുപാട് കാര്യം അമ്മയോട് പറയാനുണ്ട്. കാരണം കുട്ടി അവിടെ കാണുന്ന ഒരു പുതിയൊരു ലോകം, അവിടെ ഒരുപാട് സഹപാഠികൾ, സ്കൂളിൻ്റെ അന്തരീക്ഷം, ക്ലാസ്സിലെ അധ്യാപകന്മാർ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ കുട്ടി കാണുന്നു. പുതിയൊരു ലോകത്ത് കുട്ടി എത്തുകയാണ്. എല്ലാ ആളുകളും യൂണിഫോം ഇടുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ പല കാര്യങ്ങളും കാണും. ഇതിനെക്കുറിച്ച് കുട്ടിക്ക് വളരെ ഡിസ്ക്രിപ്റ്റീവായിട്ട് പാരന്റിനോട് പറയണം. സ്കൂളിൽ പോയി വന്നു കഴിഞ്ഞാൽ പാരന്റിനോട് ഇത് പറയാൻ ശ്രമിക്കും. അപ്പോൾ ഇത് പറയാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്പൻസീസ് അത് കേൾക്കാനും അത് കൂടുതൽ എലാബറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുട്ടിയിൽ ഒരു ജിജ്ഞാസ കൊടുക്കാനും അല്ല നമ്മുടെ രക്ഷിതാക്കൾ നോക്കുന്നത്. വന്ന ഉടനെ അവനോട് പറയുന്നത് നീ ഹോംവർക്ക് ചെയ്യ്, നീ പഠിക്ക് എന്ന് പറയുകയും ഇവനെ പറയാനുള്ള വീട്ടിൽ വന്നിട്ട് കുടുംബത്തിൽ വന്നിട്ട് പറയാനുള്ള അവൻ്റെ ആ ജന്മവാസനയെ നമ്മൾ അപ്പം തന്നെ നുള്ളിക്കളയണം. അങ്ങനെ നുള്ളിക്കളയുമ്പോൾ 10 പ്രാവശ്യം നുള്ളിക്കളയുമ്പോൾ കുട്ടി രക്ഷിതാക്കളിൽ നിന്നും മെല്ലെ മെല്ലെ അകന്നു തുടങ്ങുകയാണ്. കാരണം കുട്ടിക്ക് അവിടെ പോയി സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് പറയണം എന്ന് തോന്നണം. അത് തോന്നിയാൽ അത് പറയണം, രക്ഷിതാവിനോടാണ് പറയേണ്ടത്. പക്ഷെ ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം അതാണ്. അങ്ങനെ പറയാതെ വന്ന് പിന്നെ കുട്ടി ഒരു 10, 15, 20, 17 വയസ്സൊക്കെ ആകുമ്പോൾ ആ കുട്ടി ഒന്നും പറയില്ല. അതാണ് രക്ഷിതാക്കന്മാരുടെ കംപ്ലൈന്റ്. എന്നോടൊന്നും പറയുന്നില്ല, 10, 17 വയസ്സ് 16 വയസ്സായി എന്നോട് പറയണമെങ്കിൽ കുട്ടിയോട് 1ാം ക്ലാസ് തൊട്ടിട്ട് കുട്ടിയെ പറയാൻ പ്രേരിപ്പിക്കണം. അല്ലെങ്കിൽ പറയാൻ പ്രേരിപ്പിക്കണ്ട, കുട്ടി തനിയെ പറഞ്ഞോളൂ. പറയുന്നത് പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ പറയുന്നത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നാൽ കുട്ടി സ്വാഭാവികമായിട്ടും എല്ലാ ദിവസവും അവിടെ എന്താ സംഭവിച്ചതെന്ന് വന്ന് പറയും. ഇത് പലപ്പോഴും പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്താവുന്നു, ബസ്സിലെന്ത് സംഭവിച്ചു, ഓട്ടോറിക്ഷയിൽ എന്ത് സംഭവിച്ചു, വഴിയിൽ എന്ത് സംഭവിച്ചു, സ്കൂളിൽ തൊട്ടപ്പുറത്ത് എന്ത് സംഭവിച്ചു, ഇതൊന്നും കുട്ടി വീട്ടിൽ പറയാതിരിക്കുകയും പിന്നെ അത് പറയണമെന്ന് വല്ലാതെ തോന്നുമ്പോൾ അടുത്ത ആരോടെങ്കിലുമൊക്കെ കേൾക്കാൻ തയ്യാറുള്ള ആളുകളോട് പറയും. അവർ ഈ കുട്ടിയുടെ ഭാവിയിലൊന്നും വലിയൊരു താല്പര്യമുള്ളവരായിക്കൊള്ളണമെന്നില്ല. അവർക്ക് തോന്നുന്ന വിശദീകരണം കൊടുക്കുകയും അങ്ങനെ കുട്ടി തെറ്റായ വിശദീകരണങ്ങളിലൂടെ വഴിതെറ്റി പോവുകയൊക്കെ ചെയ്യണം. പലപ്പോഴും ഈ പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ഈ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇപ്പം തന്നെ നമ്മൾ സാധാരണ പത്രത്തിൽ കാണുന്നുണ്ടല്ലോ, 14 വയസ്സുള്ള കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി, 15 വയസ്സുള്ള പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ. അത് ഈ തട്ടിക്കൊണ്ടുപോയി നാളുകളൊക്കെ ആയിട്ട് പ്രണയത്തിലാണെന്നാണ് പറയണത്. അതിൻ്റെയൊക്കെ ഒരു പിറകിൽ എന്ന് പറഞ്ഞാൽ കേൾക്കാൻ പറ്റുന്ന ഒരാളെ കിട്ടുന്നതായിരിക്കാം പലപ്പോഴും. അതെ എന്ന് വെച്ചാൽ നമുക്ക് മനുഷ്യൻ്റെ ഒരു വികാരം, നമ്മൾ ഒരു കാര്യം, നമ്മൾ കുട്ടിക്കാലത്ത് വളരെ ചെറിയ കുട്ടിക്കാലത്ത് നമ്മുടെ ചേച്ചിയോ ചേട്ടനോ നമ്മുടെ പുസ്തകത്തിൻ്റെ ഏടുകളിൽ എവിടെയെങ്കിലും ഒരു മയിൽപ്പീലിയൊക്കെ ഒളിപ്പിച്ച് വെച്ചാൽ നമ്മുടെ സ്കൂളിൽ ചെന്ന് കുട്ടിയോട് പറയും ഇതെനിക്ക് വേണം എന്ന് പറയും, കാണിച്ചു കൊടുക്കും. അടുത്ത കുട്ടി എന്തായാലും ഇതെനിക്ക് വേണമെന്ന് പറയും. നമ്മളെന്തായാലും കുട്ടി കൊടുക്കില്ല. കൊടുക്കാത്ത കുട്ടി പറയുന്നത് നീ ഇത് തരില്ലെങ്കിൽ ഞാൻ നിന്നോട് മിണ്ടില്ല എന്നാണ്, അല്ലേ? ഞാൻ നിന്നോട് മിണ്ടില്ല എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? കുട്ടിക്കാലത്തെ അറിയാം മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ശിക്ഷയാണെന്ന് അറിയാം. അതാണ് മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് കൊടുക്കാൻ കഴിയാവുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്ന് ആ കുട്ടിക്കാലത്തെ അറിയാം. അതാണ് നമ്മുടെ ചൈൽഡ് സൈക്കോളജി എന്നൊക്കെ പറയുന്നത്, കുട്ടികളുടെ ഒരു സൈക്കോളജിയാണത്. അപ്പോൾ ഈ മിണ്ടാതിരിക്കുക എന്ന് പറയുന്ന ഒരു ശിക്ഷ, മിണ്ടാതിരിക്കാൻ മനുഷ്യന് കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ എത്ര സമയം മിണ്ടാതിരിക്കുക എന്നൊക്കെ പറഞ്ഞാലും കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ അറിയാണ്ട് മിണ്ടിപ്പോകുന്നതും അതുകൊണ്ടാണ്. അപ്പോൾ ഈ കുട്ടിക്കിത് മിണ്ടണം. അതാണ് കുട്ടി അവിടെ കണ്ട കാര്യങ്ങൾ ആരോടെങ്കിലും പറയണം. ഇത് പറയാൻ ഇവിടെ വരുമ്പോൾ അത് സ്വീകരിക്കാൻ, കേൾക്കാൻ ഒരാളില്ലാതിരിക്കുക. അമ്മയില്ല മീൻസ് അമ്മയുണ്ട്, ഫിസിക്കലി ഉണ്ട്. അമ്മ ഇത് ആരോടും പറയുന്നുണ്ടോ നോക്കുന്നു, അമ്മക്ക് അത് കേൾക്കാൻ നേരമില്ല. അമ്മക്ക് ആ സമയം കൂടി ഹോംവർക്ക് ചെയ്യണം കുട്ടി, അല്ലെങ്കിൽ പഠിക്കണം കുട്ടി, ഇംഗ്ലീഷ് പറയണം. ഇത് മാത്രമാണ് ഒരു അച്ഛനും അമ്മയും കുട്ടിയോട് പറയുന്നത്. പഠിക്കുക എന്നല്ലാതെ എന്താണ് സ്കൂളിൽ സംഭവിച്ചത് അങ്ങനെ ഒന്നും പറയുന്നില്ല. പിന്നെ എൻ്റെ ശ്രദ്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈ കുട്ടികൾക്ക് ആരെങ്കിലും ഒരു റോൾ മോഡൽ ഉണ്ടാവണം. അത് വീട്ടിൽ അച്ഛനാകാം, അമ്മയാകാം, അല്ലെങ്കിൽ സ്കൂളിലെ അധ്യാപകരാകാം, ഇങ്ങനെ ആരെങ്കിലും ആകാം. വീട്ടിൽ അച്ഛനും അമ്മയും അതിനാവാൻ തയ്യാറാവുന്നേ ഇല്ല. ഒന്നാമത്തെ കാര്യം, അവരാവാൻ തയ്യാറില്ല. അവരങ്ങനെ അവർക്ക് തോന്നിയതൊക്കെ ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം, സ്കൂളിൽ
ചിലപ്പോൾ അധ്യാപകരും അവരെ ഭാഗത്ത് തെറ്റ് പറയല്ല, ന്യായം പറയല്ല. പക്ഷെ എന്നാൽ പോലും ചിലപ്പോൾ അവരുടെ കൈപ്പിഴ കൊണ്ട് ഒരു എന്തെങ്കിലും അവരുടെ നോട്ട് കറക്റ്റ് ചെയ്തതിലോ എന്തെങ്കിലും ഒരു പിഴ വന്നു എന്ന് വെച്ചോ സാർ, അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോൾ സാറേ ഇപ്പോൾ കറക്റ്റ്, അതെ, ഒരു 10-40 കുട്ടികളുടെ പുസ്തകമൊക്കെ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയ തെറ്റ് വരാം. ചിലപ്പോൾ അത് വ്യാകരണ തെറ്റാകാം, അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആകാം, അല്ലെങ്കിൽ ഉടനെ ഈ രക്ഷിതാവ് ഉടനെ എടുത്തിട്ട് ഇതൊരു ഇതുപോലെ ഉടനെ ഇതെടുത്തിട്ട് കുട്ടിയോട് പറയും, നിന്റെ ടീച്ചർക്കൊന്നും അറിയില്ല, അല്ലെങ്കിൽ നിന്റെ സ്കൂൾ ഇങ്ങനെയാണോ എന്നൊക്കെ പറയും. ടീച്ചർ തെറ്റുവരുത്തി എന്ന് പറയുന്നത് രക്ഷിതാവ് വലിയൊരു കാര്യമായിട്ട് പറയും. ഇതിന്റെ പ്രശ്നം ഇതാണ്, കുട്ടിക്ക് ഈ അധ്യാപകരോട് റെസ്പെക്റ്റ് ഇല്ലാതാവുന്നു, സ്കൂളിനോട് റെസ്പെക്റ്റ് ഇല്ലാതാവുന്നു. അവിടെയാണ് ഇതിന്റെ വിഷയം. അതാണ് മറ്റേ ഏതെങ്കിലും ഒരു സ്കൂളോ അല്ലെങ്കിൽ ഇതല്ല പ്രശ്നം. നമുക്ക് റോൾ മോഡലിങ്, പണ്ടൊക്കെ നമുക്ക് അധ്യാപകർ എന്ന് പറഞ്ഞാൽ അവർ നമ്മുടെ റോൾ മോഡൽ തന്നെയാണ്. ഈ അധ്യാപകരെ ചെറുതാക്കി കാണാൻ ഒരു രക്ഷിതാവും തയ്യാറായിരുന്നില്ല. അതേപോലെ ചെറുതാക്കി കാണാൻ ആരും കുട്ടികളും അതിന് തയ്യാറായിരുന്നില്ല. ഇന്ന് സ്ഥിതി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പം നല്ല റോൾ മോഡലുകളെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി രക്ഷിതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് തന്നെയും നല്ല ശ്രമങ്ങൾ ആവശ്യമുണ്ടെന്ന് അർത്ഥം. മിക്കവാറും എന്താ സംഭവിക്കാന്ന് പറഞ്ഞാൽ ഈ കുറുക്ക് വഴിയിലൂടെ കാശുണ്ടാക്കുന്ന ആളുകൾ, അതുപോലെ വളർന്ന ആളുകളൊക്കെ അപ്പുറത്തും കാണുന്നുണ്ട്. അവരെക്കുറിച്ച് വീട്ടിൽ നല്ല സംസാരങ്ങൾ വരുന്നു. അപ്പോൾ ഈ കുട്ടിയുടെ റോൾ മോഡൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയി മാറിപ്പോകുന്നു. നമ്മളൊരു ക്ലിയർ റോൾ മോഡൽസിനെ കുറിച്ച് വീട്ടിലെപ്പോഴും പഴയ കാലത്ത് നമുക്ക് മുത്തച്ഛിമാർ കഥ പറഞ്ഞു തരാൻ, ആ കഥകളെല്ലാം റോൾ മോഡൽസ് ഉണ്ടായിരുന്നു. എല്ലാ കഥകളിലും നമുക്ക് റോൾ മോഡൽസ് ആയിരുന്നു. ഇന്ന് അത്തരം കഥകളില്ല. റോൾ മോഡൽസ് അങ്ങനെ കിട്ടുന്നില്ല. പണ്ട് നമ്മളിങ്ങനെ കഥ കേട്ട് വരുമ്പോൾ നല്ല കഥകൾ, അതിനകത്ത് എല്ലാ കഥകളുടെയും ഒരു പര്യവസാനം എന്ന് പറയുന്നത് അങ്ങനെ ആയിരുന്നല്ലോ, നമ്മുടെ ഗുണപാടുള്ള കഥകളായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് റോൾ മോഡൽസ് നമുക്ക് അങ്ങനെ കിട്ടിയിരുന്നു. നമ്മുടെ അറിയാതെ നമ്മുടെ അബോധ മനസ്സിലേക്ക് ചെന്നിറങ്ങിയ ഒരുപാട് വലിയ വലിയ ഇതിഹാസ പുരുഷന്മാരുണ്ടായിരുന്നു. അതില്ല ഇപ്പോൾ. കുട്ടികളാണെങ്കിൽ അത് കോമിക്സ് വായിക്കുക, അങ്ങനെയൊക്കെ വായിക്കുമ്പോൾ അത് വായിക്കണം, കുട്ടികൾ അതൊക്കെ വായിക്കണം. പക്ഷേ ഈ റോൾ മോഡൽസ് അവിടെ ശൂന്യമാകുന്നു. ആ റോൾ മോഡൽസിൻ്റെ പ്ലാറ്റ്ഫോം ശൂന്യമായി മാറും. അപ്പോൾ വിജയേട്ടൻ ഈ റോൾ മോഡലിങ്ങിൻ്റെ കാര്യം പറയണത്, ഇപ്പോൾ സ്വന്തമായിട്ട് ഇപ്പോൾ രക്ഷിതാക്കന്മാർക്ക് ചിലപ്പോൾ റോൾ മോഡൽ ആയില്ല എന്ന് വരാം. ഇപ്പോൾ അദ്ദേഹത്തിന് വലിയ വിദ്യാഭ്യാസം ഉണ്ടാവില്ല, ചിലപ്പോൾ ജീവിതത്തിലാണെങ്കിൽ ചിലപ്പോൾ അത്ര ഒരു നല്ല ഒരു റോൾ മോഡലായിട്ട് നിൽക്കാൻ പറ്റില്ല എന്ന് വരാം. പക്ഷെ അതല്ലേ കുട്ടികൾ മിക്കവാറും കണ്ടു വളരുക. അതല്ലാത്തൊരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കാൻ രക്ഷിതാക്കന്മാർക്ക് എങ്ങനെയാണ് കഴിയുക? റോൾ മോഡൽ രക്ഷിതാവ് തന്നെ ആയിക്കൊള്ളണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ റോൾ മോഡൽ ഉണ്ടാവും. ഞാൻ പറഞ്ഞത് നമുക്ക് പഴയ കഥകളിലെ റോൾ മോഡലാണ്. അതുപോലെ നമുക്ക് അധ്യാപകരാകാം, നമ്മുടെ സ്കൂളിൽ അധ്യാപകന്മാരാകാം, അവർ നല്ല റോൾ മോഡൽസ് ആകാം. നമ്മുടെ ചുറ്റുപാടും നമ്മുടെ വീടിനടുത്തൊക്കെ താമസിക്കുന്നവരിൽ ചിലപ്പോൾ നല്ല റോൾ മോഡൽസ് ഉണ്ടാകാം, ആദർശശാലിയായ സാമൂഹ്യ പ്രവർത്തകരുണ്ടാകാം. നമ്മൾ ഈ ആദർശശാലി എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ കുട്ടികളുടെ ഒരു മനസ്സിൽ പ്രധാനമായിട്ട് ഒരു ക്ലിക്ക് ചെയ്യുന്ന സംഗതിയേ അല്ല. അതല്ലാത്ത ഫാനുകളൊക്കെ അല്ലേ ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഫാനുകളൊക്കെ ഉണ്ട്, പക്ഷെ എന്നിരുന്നാലും ഞാൻ പറയുന്നത് ഇതൊക്കെ എല്ലാ കാലത്തും ഉള്ളതാണ്. ഇതൊക്കെ ഒരു കാലത്തിൻ്റെ മാത്രം പ്രത്യേകം, എല്ലാ കാലത്തും ഇതൊക്കെ ഉണ്ട്. ഫാനുകളൊക്കെ എല്ലാ കാലത്തും ഉണ്ട്. ഇപ്പോൾ നമ്മൾ സിനിമയിലൊക്കെ പല ആളുകളെ പേര് പറയുന്നത്, നമ്മളെ കുട്ടിക്കാലത്ത് സിനിമയിൽ വേറെ ചില ആളുകളുണ്ടാവും. സിനിമയിൽ തന്നെ ഒരു മിനിറ്റ്, സിനിമയിൽ തന്നെയും പഴയ കാലത്ത് വളരെ ആദർശധീരരായ സ്വഭാവ ഗുണമുള്ള വളരെ സൗമ്യരായ നായകന്മാരൊക്കെ ആയിരുന്നു അംഗീകരിക്കപ്പെട്ടത്. ഇപ്പോൾ ഒരുതരം മസിൽ പവർ കൂടുതൽ കാണിക്കുന്ന റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള, ജീൻസിൻ്റെ ഒക്കെ പേര് കണ്ടില്ല, കില്ലർ എന്നൊക്കെ പറയുന്ന മാതിരി, അത്തരത്തിലുള്ള ഒരുതരം ശരീരം, മനസ്സ് എന്ന് പറയുന്ന ഒരു സംഗതിയല്ല, ശരീരത്തിന് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിൽ എന്നെ നോക്കൂ എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരം നോക്കൂ എന്ന് പറയുന്ന ഒരു രൂപത്തിലേക്ക് ജിമ്മിലൊക്കെ വല്ലാത്ത പ്രാധാന്യം വന്നില്ല. ഇപ്പോൾ സ്കൂളിലൊക്കെ കുട്ടികൾക്ക് അങ്ങനെ വരുന്നത് ബോഡി ഒരു വലിയ വിഷയമായിട്ടൊന്നും സംശയമുണ്ട്. കാലത്ത് വന്ന പരസ്യങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ഇപ്പോൾ നമ്മൾ ഏത് ചെരുപ്പ് മേടിക്കണം, ഏത് ഷർട്ട് മേടിക്കണം, ഏത് നിറം ഉപയോഗിക്കണം, ഇതൊക്കെ തീരുമാനിക്കുന്നത് ഇന്ന് പരസ്യങ്ങളാണ്. അതൊക്കെ അങ്ങനെ വന്നു പോയ കാര്യങ്ങളാണ്. പക്ഷെ അതിനകത്തൊന്നും നമുക്ക് എന്നാൽ പോലും ഒരു നല്ല രക്ഷിതാവ് വിചാരിച്ചാൽ അവിടെയാണ് ഒരു കുടുംബം. സാധാരണ നമ്മൾ പറയാറുള്ളൊരു ചൊല്ലുണ്ട്, എന്നുവെച്ചാൽ കുടുംബം നന്നെങ്കിൽ സർവ്വം നന്നായി എന്ന് പറയും. ഒരു നല്ല രക്ഷിതാവ് തീരുമാനിച്ചാൽ, എന്നുവെച്ചാൽ വളരെ ബോധപൂർവം തീരുമാനിച്ചാൽ കുട്ടികളെ നേർവഴിക്ക് നയിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം.